ओम नमो भगवते वासुदेवाय। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्तवृंद। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हृदि स्फुरणाय प्रवर्तिनोऽहं वराकरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ മഹാപ്രഭുവിന്റെയും പാർശ്വതരുടെയും മഹാകാരുണ്യം കൊണ്ട് നമ്മൾ 4-ാമത്തെ അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ 5-ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഭഗവാന്റെ മഹാകാരുണ്യമാണ്. ചൈതന്യ ചരിതാമൃതം പഠിക്കാനുള്ള യോഗ്യതയും വായിക്കാനുള്ള ക്വാളിഫിക്കേഷനൊന്നും നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ ശ്രീല പ്രഭുപാദിന്റെയും ഗുരുജനങ്ങളുടെയും പ്രീതിക്കായി, അവരുടെ സന്തോഷത്തിനായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അനുഗ്രഹത്തോടു കൂടി, അവരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. 5-ാമത്തെ അധ്യായം. ആജാനലംബിതഭുജോ കനകാവദാതോ സങ്കീർത്തനേകപിതരോ കമലായതാക്ഷോ വിശ്വംഭരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത്പ്രിയകരോ കരുണാവതാരോ. ജയതി ജയതി ദേവാ കൃഷ്ണ ചൈതന്യ ചന്ദ്ര, ജയതി ജയതി കീർത്തിസ്തസ്യ നിത്യാ പവിത്ര, ജയതി ജയതി ഭൃത്യാസ്തസ്യ വിശ്വേശമൂർത്തെ, ജയതി ജയതി നൃത്യാം തസ്യ സർവപ്രിയാനാം. आनन्दलीलामय विग्रहाय हेमावदिव्याच्छविसुन्दराय तस्मै महाप्रेमरसप्रदाय श्रीचैतन्यचन्द्राय नमो नमस्ते. नित्यानन्दं नमस्तुभ्यं.
നിത്യാനന്ദം നമസ്തുഭ്യം പ്രേമാനന്ദപ്രദായിനേ കലികൽമഷനാശായ ജാനവാപതയേ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് 5ാമത്തെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്താണ്? നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യമാണ് നിത്യാനന്ദ ബലറാം. നിത്യാനന്ദ ബലറാം, നിത്യാനന്ദറാം പ്രഭുവിന്റെ ഗ്ലോറീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആരാണ് നിത്യാനന്ദ പ്രഭു? നിത്യാനന്ദ പ്രഭുവിന്റെ ഐഡന്റിറ്റി ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു ചാപ്റ്ററിൽ റിവീൽ ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഇപ്പോൾ ആദ്യത്തെ ശ്ലോകങ്ങളുടെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 6ാമത്തെ ശ്ലോകം വരെ ആസ് യൂഷ്വൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ മംഗളാചരണം പോലെയായിരിക്കും, അല്ലെങ്കിൽ സ്തുതികളായിരിക്കും. ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ നമസ്കാരം എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ കാണുന്നത്. ഇവിടെ 6ാമത്തെ ശ്ലോകം വരെ 1 മുതൽ 6ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. നോക്കാം 1ാമത്തെ ശ്ലോകം. വന്ദേ നന്ദാബുധാൈശ്വര്യം വന്ദേ നന്ദാബുധാ ഐശ്വര്യം ശ്രീനിത്യാനന്ദമീശ്വരം യസ്യേച്ഛായ തത്സ്വരൂപം അജ്ഞേനാപി നിരൂപ്യത്തെ. വന്ദേ നന്ദാദ്ഭുതൈശ്വര്യം ശ്രീനിത്യാനന്ദം ഈശ്വരം യസ്യേച്ഛായ തത്സ്വരൂപം അജ്ഞേനാപി നിരൂപ്യത്തെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വന്ദേ നന്ദാദ്ഭുതൈശ്വര്യം ശ്രീനിത്യാനന്ദമീശ്വരം യസ്യേച്ഛയാ തത്സ്വരൂപം അജ്ഞേനാപി നിരൂപ്യത്തെ. വിവർത്തനം ബൈ ഹിസ് ഡിവിനിറ്റി സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി. ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തവും അത്ഭുതകരവുമായ ഐശ്വര്യങ്ങളുള്ള ഭഗവാൻ നിത്യാനന്ദനെ ഞാൻ പ്രണമിക്കുന്നു. അവിടുത്തെ ഇച്ഛയാൽ മാത്രം ഒരു പാമരനു പോലും അവിടുത്തെ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വന്ദേ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ മുമ്പിൽ. നിത്യാനന്ദ പ്രഭുവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അനന്ത അദ്ഭുത ഐശ്വര്യം. അനന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ്, അനന്തമായിട്ടുള്ളത്. അദ്ഭുതം സാധാരണ ഒരു അവതാരമല്ല നിത്യാനന്ദ പ്രഭുവിന്റെ, മഹാത്ഭുതമാണ്. അനന്ത അദ്ഭുത ഐശ്വര്യം, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള ശ്രീ നിത്യാനന്ദം ഈശ്വരം. ആ നിത്യാനന്ദ പ്രഭു ഈശ്വരം പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. ശ്രീ ബലരാമനാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. ശ്രീ ബലരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആദിത്യ വിസ്തരണമാണ്. പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ശ്രീ ബലരാമൻ. അതേപോലെ തന്നെ നിത്യാനന്ദ പ്രഭുവും സെയിം. നിത്യാനന്ദ പ്രഭുവും ആ ബലരാമൻ തന്നെയാണ്. യസ്യേച്ഛായ തത് സ്വരൂപം അജ്ഞേനാപി നിരൂപ്യത്തെ. അദ്ദേഹം പറയുന്നു, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, എന്നെ പോലെ വിഡ്ഢികൾക്ക് പോലും അങ്ങയുടെ ആഗ്രഹപ്രകാരം, അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്വരൂപത്തെ കുറിച്ച് ഐഡന്റിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, എനിക്ക് യോഗ്യതയുമില്ല, എന്നാൽ അങ്ങയുടെ മഹാകാരുണ്യം കൊണ്ട് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കാരുണ്യം ഉണ്ടെങ്കിൽ ഏതൊരു എന്നെ പോലുള്ള വിഡ്ഢിക്കും സാധിക്കും. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഭഗവാന്റെ ഇച്ഛപ്രകാരം ഭഗവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, എല്ലാം അങ്ങനെയാണ്. ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ്, ഭഗവാൻ ഇച്ഛിക്കുന്നത് പോലെയാണ് റെവലേഷൻ നടക്കുന്നത്. നമ്മുടെ സ്കോളർഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സോ കോൾഡ് ക്വാളിഫിക്കേഷൻ നമ്മൾ വിചാരിക്കുന്ന
അതായത് ബ്രാഹ്മണനായിട്ട് ജനിച്ചു അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാവുന്നില്ല. അതല്ല ക്വാളിഫിക്കേഷൻ. ഭഗവാൻ റിവീൽ ചെയ്യണം കാര്യങ്ങളെല്ലാം. ഭഗവാന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണം. എല്ലാ കാര്യങ്ങളും, സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഭഗവാന്റെ ഇച്ഛപ്രകാരം അത് അദ്ദേഹം വിചാരിച്ചാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സാധന കൊണ്ട് മാത്രം നടക്കില്ല. അതാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും സാധന ആക്ച്വലി ഭഗവാനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്, ഒരു പ്രോസസ്സാണ്. എന്നാൽ സാധനയുടെ ഫലം മാത്രം പോരാ. സാധനയുടെ ഫലം മാത്രം പോരാ, ഭഗവാന്റെ കാരുണ്യം കൂടെ ആവശ്യമുണ്ട്. എന്നാലേ കാര്യങ്ങളെല്ലാം വെളിപ്പെടുകയുള്ളൂ. അതാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും. ശ്രീ നിത്യാനന്ദനും അദ്വൈത ആചാര്യനും എല്ലാ സ്തുതികളും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്ക് എല്ലാ സ്തുതികളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ഒരു ശ്ലോകം നമ്മൾ എപ്പോഴും കാണാം. ഇത് ആക്ച്വലി മംഗളാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൊല്ലുന്ന ശ്ലോകം കൂടെയാണ്. മഹാപ്രഭുവിന്റെ എല്ലാ പാർശ്വതരെയും ജയ് ജയ് ജയക്കാർ പറയുന്നു, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോ ജയ് ഭഗവാന് ജയ് ഭഗവാൻ നമ്മളെപ്പോഴും ജയ് ജയ് എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് ആധ്യാത്മിക ലോകത്തില് ഗോലോക വൃന്ദാവനത്തിലും ഉള്ള ഒരു കാര്യമാണ്. അത് വെറുതെ പറയുന്ന ജയ് ജയ് അല്ല. നമ്മൾ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തരെയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം പവർഫുൾ ആണ്. ഓരോ ജയ് വിളിക്കും ഇത് പൊളിറ്റീഷ്യൻസിന്റെ ജയ് വിളിയല്ല, ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓഹോ, അത് ശരിക്കും പറയുന്നത് ഈ ജയ്ക്കാരമൊക്കെ വേണ്ടത് ഭഗവാന്റെ മുമ്പിലാണ്, വേറെ എവിടെയല്ല. അല്ലാതെ പൊളിറ്റിക്കൽ കാര്യത്തിലെ എന്തെങ്കിലും സമരം ചെയ്യുന്ന ജയവിളിയല്ല അത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. അതുപോലെ നമ്മൾ ജയ ശീലപ്രഭുപാദ് എന്ന് പറയും. ശീലപ്രഭുപാദിക്ക് ജയ്. എല്ലാം വളരെ അധികം പവർഫുൾ ആണ്, വളരെ പവർഫുൾ ആണ് ആക്ച്വലി. നമ്മൾ ഓരോ ജയ് ഭഗവാനെ വിളിക്കുമ്പോഴും ഭഗവാന്റെ ശുദ്ധഭക്തരെ വിളിക്കുമ്പോഴും നമ്മുടെ പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അതാണ് പോയിന്റ്. ഓക്കെ, അടുത്ത ശ്ലോകം മൂന്നാമത്തെ. ഏയ് ഷട്ട് ശ്ലോകേ കഹില കൃഷ്ണ ചൈതന്യ മഹിമ പാഞ്ച ശ്ലോകേ കഹി നിത്യാനന്ദ തത്വസീമ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏയി ഷഡ് ശ്ലോകേ അഖില കൃഷ്ണ ചൈതന്യ മഹിമ പഞ്ചശ്ലോകേ കഹി നിത്യാനന്ദ തത്വസീമ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീകൃഷ്ണ ചൈതന്യന്റെ മഹിമകൾ ഞാൻ 6 ശ്ലോകങ്ങളിലായി വിവരിച്ചു. ഇനി 5 ശ്ലോകങ്ങളിലായി നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമകൾ വിവരിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ, അല്ലെങ്കിൽ ആദിലീല സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ അധ്യായത്തിലെ 6 ശ്ലോകങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഹാപ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്തു. കാര്യം മഹാപ്രഭുവിന്റെ ഐഡന്റിറ്റി പറയുന്ന ശ്ലോകങ്ങൾ. അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണു കലോ, രാധ കൃഷ്ണ രാധാകൃഷ്ണന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ഉള്ള ശ്ലോകങ്ങൾ. അതേപോലെ തന്നെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ആന്തരിക കാരണങ്ങൾ. ഇതെല്ലാം ആദ്യത്തെ ശ്ലോകങ്ങളിൽ വരുന്നതാണ്. 1 മുതൽ 6 വരെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ 6 ശ്ലോകങ്ങളാണ് പിന്നീടുള്ള 4 അധ്യായങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ കണ്ടു 4ാമത്തെ ചാപ്റ്റർ വരെ. ആദ്യത്തെ ചാപ്റ്ററിലെ
മംഗളാചരണത്തിലുള്ള അല്ലെങ്കിൽ തുടക്കത്തിലുള്ള 6 ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ബാക്കിയുള്ള അല്ലെങ്കിൽ 4 ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി ഇത് 5th ചാപ്റ്റർ ആണ്, 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇവിടെ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് കാണാം 5 ശ്ലോകങ്ങളിലായിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി 7ാമത്തെ 5 ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ പറയാൻ പോകുന്നതെന്നാണ് ഇവിടെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ഈ ഒരു അധ്യായത്തിൽ മുഴുവനും നിത്യാനന്ദ പ്രഭുവിന്റെ സ്തുതികളാണ്, നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് അതിമനോഹരമായുള്ള ശ്ലോകമാണ്. സർവ അവതാരി കൃഷ്ണ സ്വയം ഭഗവാൻ താഹാര ദ്വിതീയ ദേഹ ശ്രീ ബലറാം. സർവ അവതാരി കൃഷ്ണ സ്വയം ഭഗവാൻ താഹാര ദ്വിതീയ ദേഹ ശ്രീ ബലറാം. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. സർവ അവതാരി കൃഷ്ണ സ്വയം ഭഗവാൻ തൻഹാര ദ്വിതീയ ദേഹ ശ്രീ ബലരാമ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരങ്ങളുടെ ഉറവിടം ആകുന്നു. ബലരാമൻ അവിടുത്തെ ദ്വിതീയ ദേഹമാണ്. ഭാവാർത്ഥം: പരമനിരപേക്ഷ സത്യമായ ശ്രീകൃഷ്ണനാണ് മൂലസ്വരൂപനായ ആദിപുരുഷൻ. അവിടുത്തെ പ്രഥമ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. ഭഗവാന് അസംഖ്യ രൂപങ്ങളിൽ വികസിക്കാൻ കഴിയും. അപരിമിതമായ വിഭൂതികളുള്ള രൂപങ്ങളെ സ്വാംശങ്ങളെന്നും പരിമിത വിഭൂതികളുള്ള രൂപങ്ങളെ ജീവസത്തകൾ, വിഭിന്നാംശങ്ങളെന്നും പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഭഗവാന്റെ വിസ്തരണത്തെ കുറിച്ച്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. അതാണ് പറയുന്നത്. ആക്ച്വലി ഭഗവാൻ കൃഷ്ണന്റെ 2ാമത്തെ ഒരു ശരീരം പോലെയാണ് എന്നാ പറയുന്നത്. അതേ ദ്വിതീയ ദേഹ ശ്രീ ബലറാം. താഹാര ദ്വിതീയ, അതായത് കൃഷ്ണന്റെ തന്നെ സെക്കൻഡ് ബോഡി പോലെയാണ് ശ്രീ ബലറാം. സർവ അവതാരി കൃഷ്ണ. സോ എല്ലാ അവതാരങ്ങളിലെയും ഉറവിടമാണ് ഭഗവാൻ കൃഷ്ണൻ. അവതാരി പുരുഷനാണ് കൃഷ്ണൻ. ആ അവതാരി പുരുഷൻ കൃഷ്ണൻ സ്വയം ഭഗവാൻ കൃഷ്ണന്റെ ദ്വിതീയ ദേഹമാണ് ശ്രീ ബലറാം. അതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ്, ആദ്യത്തെ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. പിന്നെ നമുക്കറിയാം ഭഗവാന്റെ വിസ്തരണങ്ങളെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാംശങ്ങൾ, വിഭിന്നാംശങ്ങൾ എന്ന് പറയുന്ന 2 കാറ്റഗറൈസേഷൻ. സ്വാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് ആണ്. വിഭിന്നാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അംശങ്ങളാണ്. ഉദാഹരണത്തിന് ജീവാത്മാക്കൾ. പക്ഷെ നമ്മളെ വിളിക്കുന്നത് വിഭിന്ന അംശം എന്നാണ്. നമ്മൾ ആരും ഭഗവാനല്ല, നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ മാത്രമാണ്, അംശം മാത്രമാണ്, ചെറിയൊരു അംശം മാത്രമാണ്. സ്വാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല അവതാരങ്ങളും സ്വാംശ അവതാരങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം: ഏക ഈ സ്വരൂപദോഹേ ഭിന്ന മാത്രകായ ആദ്യകായ വ്യൂഹ കൃഷ്ണ ലീലാരസഹായ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഏക ഈ സ്വരൂപദോഹേ ഭിന്ന മാത്രകായ ആദ്യകായ വ്യൂഹ കൃഷ്ണ ലീലാരസഹായ. വിവർത്തനം: ഇവർ ഒരേ സ്വരൂപം തന്നെയാണ്, രൂപത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ വ്യത്യസ്തർ. ബലരാമൻ കൃഷ്ണന്റെ പ്രഥമ രൂപവിസ്തരണമാകുന്നു, വിടുന്ന കൃഷ്ണലീലകളിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: ബലരാമകൃഷ്ണന്റെ ഒരു സാംശ വിസ്തരണമാണ്. അതിനാൽ ശക്തി വൈഭവത്തിൽ കൃഷ്ണനും ബലരാമനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവരുടെ ശാരീരിക ഘടനകളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഭഗവാന്റെ പ്രഥമ വിസ്തരണം എന്ന നിലയിൽ ബലരാമൻ ആദ്യ ചതുർവ്യൂഹത്തിലെ മുഖ്യമൂർത്തിയും ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളിലെ അഗ്രഗണ്യനായ സഹായിയുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. അതാണ് ഇവിടെ പറയുന്നത്. ശ്രീ ബലരാമൻ ചെയ്യുന്നത് എന്താണ്? കൃഷ്ണന്റെ ലീലകളിൽ അസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബലരാമനെ വിളിക്കുന്നത് സേവക് ഭഗവാൻ എന്ന് വിളിക്കുക. സേവകന്റെ രൂപത്തിലാണ് ബലരാമൻ, ശ്രീ ബലരാമൻ. ശ്രീ ബലരാമൻ എല്ലാ രസത്തിലും അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഭഗവാന്റെ ലീലകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ശാന്തരസം, സഖ്യരസം, ദാസ്യരസം, വാത്സല്യരസം, മാധുര്യരസം, എല്ലാ ഭാവത്തിലും ശ്രീ ബലരാമന്റെ എക്സ്പാൻഷൻസ് ഉണ്ട്. ചുരുക്കം പറയുവാണെങ്കിൽ
ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ട്. വൃന്ദാവൻ ധാം എന്ന് പറയുന്ന ധാം തന്നെ ശ്രീ ബലരാമന്റെ എക്സ്പാൻഷൻ ആണ് ആക്ച്വലി. സോ അതാണ് ശ്രീ ബലരാമൻ. ആദ്യം ഭഗവാന്റെ വിസ്തരണത്തിൽ നമ്മൾ പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ, അതിനുശേഷം ശ്രീ ബലരാമൻ, ശ്രീ ബലരാമന് ശേഷം ആദ്യത്തെ ചതുർവ്യൂഹം. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ആ ഒരു എക്സ്പാൻഷൻസിനെ കുറിച്ച്. വാസുദേവൻ, സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാല് വിസ്തരണങ്ങൾ. അത് ഇവര് നാലുപേരും വരുന്നത് ബലരാമനിൽ നിന്ന്. ആ സംഘർഷനിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് എക്സ്പാൻഷൻ വരുന്നു ശ്രീനാരായണൻ. മൂലസംഘർഷനാണ് ആ സംഘർഷം. മൂലസംഘർഷനിൽ നിന്ന് നാരായണന്റെ എക്സ്പാൻഷൻ വരുന്നു. ശ്രീനാരായണനിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹം വരുന്നു. വാസുദേവൻ, അതേപോലെ മഹാസംഘർഷനൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. മഹാസംഘർഷനിൽ നിന്ന് അടുത്ത എക്സ്പാൻഷൻ വരുമ്പോഴാണ് ആക്ച്വലി ഭൗതിക ലോകത്തിലെ നമ്മുടെ കാരണദോസായി വിഷ്ണുവും ക്ഷീരോദസായി വിഷ്ണുവും ഗർഭദോസായി വിഷ്ണു ഒക്കെ വരുന്നത്. പുരുഷാവതാരങ്ങൾ പിന്നീടാണ്. മഹാസംഘർഷന്റെ എക്സ്പാൻഷൻസ് ആണ്. മഹാദേവനും അതേപോലെ ശിവനും. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ നടക്കുന്നത്. പിന്നെ നമുക്കറിയാം ക്ഷീരോദസായി വിഷ്ണു ആണ് പല പല അവതാരങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് കുറെ അവതാരങ്ങൾ വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഭൗതിക ലോകത്തില് ആരോടാണ് പോയി പറയുന്നത്? കംപ്ലൈന്റ് പോയി അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ബ്രഹ്മാവിന്റെ അടുത്ത് പോകുമ്പോൾ ബ്രഹ്മാവ് പോകുന്നത് ക്ഷീരോദസായി വിഷ്ണുവിന്റെ അടുത്താണ്. അപ്പൊ ക്ഷീരോദസായി വിഷ്ണു ആണ് പറയുന്നത്, യെസ് ഐ വിൽ കം, ഞാൻ അവതാരം എടുക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് നോക്കണം, കൃഷ്ണൻ സ്വയം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് എക്സ്പാൻഷനൊക്കെയാണ് വിഷ്ണുമൂർത്തികൾ വരുന്നത്. സോ ഭഗവാൻ കൃഷ്ണന്റെ സ്ഥാനം എന്താണ്? കൃഷ്ണൻ, ബലരാമൻ, അവര് ഗോലോക വൃന്ദാവനത്തിലെ എക്സ്പാൻഷൻസ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഫസ്റ്റ് ചതുർവ്യൂഹം വരെ, ആദ്യത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹം വരെ ആ എക്സ്പാൻഷൻസ് എല്ലാം നടക്കുന്നത് ഗോലോക എന്ന് പറയുന്ന കൃഷ്ണലോകത്തിൽ നടക്കുന്നതാണ്. അതിനുശേഷം ഉള്ളത് വൈകുണ്ഠ ലോകമാണ്. കാര്യം നാരായണന്റെ വിസ്തരണമാണ്. അതിനുശേഷം വരുന്നത് ഭൗതിക ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുരുഷാവതാരങ്ങളുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അവിടെ അവതാരങ്ങൾ വരുന്നത്. യെസ്, ഓക്കെ. അടുത്ത ശ്ലോകം. ശ്രീകൃഷ്ണ നവദ്വീപേ ശ്രീ ചൈതന്യ ചന്ദ്ര ശ്രീ ബലരാമ സംഘേ ശ്രീ നിത്യാനന്ദ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീകൃഷ്ണ നവദ്വീപേ ശ്രീ ചൈതന്യ ചന്ദ്ര ശ്രീ ബലരാമ സംഘേ ശ്രീ നിത്യാനന്ദ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ശരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ നവദ്വീപിൽ ചൈതന്യ മഹാപ്രഭുവായും ബലരാമൻ അവിടുന്നതിനൊപ്പം ശ്രീ നിത്യാനന്ദ പ്രഭുവായും ആവിർഭവിച്ചു. ഹരേ കൃഷ്ണ. സോ അതേ സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതേ ബലരാമൻ തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. അതാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. 7ാമത്തെ ശ്ലോകം. സംഘർഷണാകാരണതോയശായി ഗർഭോദശായി ച പയോബ്ദിശായി ശേഷാശ്ച യസ്യാംശ കലാഃ സനിത്യാ നന്ദാഖ്യ രാമഃ ശരണം മമാസ്തു. സംഘർഷണഃ കാരണതോയശായി ഗർഭോദശായി ച പയോഭിശായി ശേഷശ്ച യസ്യാംശ കലാഃ സനിത്യാ നന്ദാഖ്യ രാമഃ ശരണം മമാസ്തു. ഹരേ കൃഷ്ണ. സംഘർഷണ കാരണതോയശായി ഗർഭോദശായി ച പയോബ്ദിശായി ശേഷാച യസ്യാംശ കലാഃ നിത്യാ നന്ദാഖ്യ രാമ ശരണം മമാസ്തു. വിവർത്തനം ഭവർത്തൻ ശ്രീല പ്രഭുപാദ് കി ജയ്.
ശ്രീ നിത്യാനന്ദരാമൻ എന്റെ നിരന്തര സ്മരണയ്ക്കുള്ള വിഷയമാകട്ടെ. സംഘർഷണനും അനന്തശേഷനും കാരണ ഗർഭക്ഷീര സാഗരങ്ങളിൽ ശയിക്കുന്ന വിഷ്ണുമാരുമെല്ലാം അവിടുത്തെ സമഗ്ര അംശങ്ങളും അംശങ്ങളുടെ അംശങ്ങളുമാകുന്നു. ഭാവാർത്ഥം. സ്വരൂപ ദാമോദര ഗോസ്വാമി ഈ ശ്ലോകം നിത്യാനന്ദ പ്രഭുവിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടി തന്റെ കുറിപ്പ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ 14 ശ്ലോകങ്ങളിൽ 7ാമത്തേതാണ് ഈ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യത്തെ 6 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസ് മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞത് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ പഠിച്ചു. പിന്നെ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ ആക്ച്വലി മംഗളാചരണമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ 7ാമത്തെ ശ്ലോകം ഈ ശ്ലോകമാണ്, നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ കാണാം നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ് സംഘർഷണൻ വരുന്നത്, ശേഷനാഗൻ, വിഷ്ണുമൂർത്തികൾ എല്ലാവരും വരുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭു ആരാണ്? ശ്രീ ബലരാമനാണ്. ശ്രീ ബലരാമനിൽ നിന്നാണ് സംഘർഷൻ, ശേഷനാഗും, വിഷ്ണുമൂർത്തികൾ വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു, വ്യത്യാസമില്ല. ഇതാണ് സെയിം, ആള് സെയിം ആണ്. എങ്ങനെയാണോ മഹാപ്രഭു കൃഷ്ണനാണെന്ന് നമ്മൾ പറയുന്നത്, അതേപോലെ തന്നെയാണ് ശ്രീ ബലരാമനാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. അടുത്ത ശ്ലോകം. ശ്രീ ബലരാമ ഗോഷായ് മൂല സംഘർഷണ പാഞ്ചരൂപധാരി കരേന കൃഷ്ണേര സേവന. യെസ് കൃഷ്ണ പ്രഭു. ശ്രീ ബലരാമ ഗോസാനി മൂല സംഘർഷണ പഞ്ചരൂപധരി കരേന കൃഷ്ണേര സേവന. വിവർത്തനം ബൈ ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി. ശ്രീല പ്രഭുപാദ് കി ജയ്. ബലരാമനാണ് മൂലസംഘർഷണൻ. ശ്രീകൃഷ്ണ സേവനാർത്ഥം അവിടുന്ന് മറ്റ് 5 രൂപങ്ങൾ എടുക്കുന്നു. ഹരേ കൃഷ്ണ. മൂലസംഘർഷണൻ വരുന്നത്, അല്ലെങ്കിൽ മൂലസംഘർഷന്റെ സോഴ്സ് ബലരാമനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ബലരാമൻ തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. ഓക്കെ, നോക്കാം. ഇനി പറയുന്നു, ആ ബലരാമൻ 5 ഫോമുകൾ എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ കൃഷ്ണനെ സേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പല രീതിയിലും എക്സ്പാൻഷൻസ് വരുന്നുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. മുന്നോട്ട് പറയുന്നത്, സൃഷ്ടി ആധിക സേവ താര അജ്ഞാര പാലന ശേഷരൂപേക്കാരെ കൃഷ്ണേര വിവിധ സേവ. അതിന് മുന്നേ ഒന്നുണ്ട്, ഒരു ശ്ലോകം ഉണ്ട്. आपाने करे न कृष्ण लीला रसहाय सृष्टि लीला कार्य करे धरि चारिकाय. हरे कृष्ण. आपने करे न कृष्ण लीला रसहाय सृष्टि लीला कार्य करे धरि चारिकाയ. വിവർത്തനം ശ്രീലപ്രഭാത് കെ ജെ. ശ്രീകൃഷ്ണ ലീലകളിൽ അവിടുന്ന് നേരിട്ട് സഹായിക്കുന്നു. സൃഷ്ടികാര്യങ്ങൾ മറ്റു 4 രൂപങ്ങളിലൂടെ അവിടുന്ന് നിർവഹിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. 5 രീതിയില് ബലരാമൻ സഹായിക്കുന്ന കാര്യം ഇവിടെ പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ 5 രീതിയില് സംഘർഷണൻ അല്ലെങ്കിൽ ബലരാമൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒന്ന്, കൃഷ്ണന്റെ കൂടെ ലീലകളിൽ സഹായിക്കുന്നു ആസ് ബലരാമൻ, ആസ് കൃഷ്ണൻ തന്നെ, ആസ് ബലരാമൻ തന്നെ. പിന്നെ 4 ഫോമുകൾ, 4 രൂപങ്ങൾ എടുക്കുന്നുണ്ട് അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടാണ്? സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ്. അതെന്താണെന്നുള്ളത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണും. സൃഷ്ടി ആധിക സേവ താര അജ്ഞാര പാലന ശേഷരൂപേ കരേ കൃഷ്ണേര വിവിധ സേവന. ഹരേ കൃഷ്ണ. സൃഷ്ടികാര്യങ്ങളിൽ അവിടുന്ന് കൃഷ്ണന്റെ ആജ്ഞകൾ നിർവഹിക്കുകയും ശേഷരൂപത്തിൽ കൃഷ്ണന് വേണ്ടി വിവിധ രീതികളിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദ് കി ജയ്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ആദ്യ ചതുർവ്യൂഹത്തിൽ ബലരാമൻ മൂലസംഘർഷനുമാണ്. കൃഷ്ണന്റെ പ്രഥമ വിസ്തരണമായ ബലരാമൻ 5 രൂപങ്ങളിൽ വിസ്തരിക്കുന്നു. 1 മഹാസംഘർഷണൻ, 2 കാരണോദകശായി, 3 ഗർഭോദകശായി, 4 ക്ഷീരോദകശായി, 5 ശേഷൻ. ഈ 5 സമഗ്ര വിസ്തരണങ്ങളാണ് ആത്മീയവും ഭൗതികവുമായ വിശ്വാവിഷ്കരണങ്ങൾക്ക് കാരണം. ഈ 5 രൂപങ്ങളിൽ ബലരാമൻ കൃഷ്ണനെ അവിടുത്തെ പ്രവൃത്തികളിൽ സഹായിക്കുന്നു.
ഈ രൂപങ്ങളിൽ ആദ്യത്തെ 4ലും വിശ്വാവിഷ്കാരത്തിനാണ് ഉത്തരവാദിത്തമുള്ളതെങ്കിൽ ശേഷന് ഭഗവാന് വേണ്ടിയുള്ള സ്വകാര്യ സേവനത്തിന്റെ ചുമതലയാണ് ഉള്ളത്. ശേഷനെ അനന്തൻ അഥവാ ബുദ്ധിമുതൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഭഗവാന്റെ എണ്ണമറ്റ വിസ്തരങ്ങൾക്കും വൈവിധ്യം നിറഞ്ഞ അനന്തമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് സഹായം നൽകുന്നു. സച്ചിത്ത് എന്നിവയെ സംബന്ധിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളിലും കൃഷ്ണന് സേവനം പ്രദാനം ചെയ്യുന്ന സേവക ഭഗവാനാണ് ബലരാമൻ. അതേ സേവക ഭഗവാനാകുന്ന ബലരാമനായ ശ്രീ നിത്യാനന്ദ പ്രഭു ഗൗരംഗ മഹാപ്രഭുവിന് നിരന്തര സഹവാസത്തിലൂടെ അതേ സേവനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോൾ 5 വിസ്തരണങ്ങളെ കുറിച്ച് പറയുന്നു. ശ്രീ ബലരാമന്റെ ശേഷനാഗൻ, 1 ശേഷനാഗ, പിന്നെ 4 പേര് സൃഷ്ടിക്ക് വേണ്ടി സഹായിക്കുന്നു. അവിടെ പറയുന്നത് നമുക്ക് കാണാം. മഹാസംഘർഷൻ, ഇവിടെ ശിലപ്രഭാജി പറയുന്നു ബലരാമന്റെ എക്സ്പാൻഷൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. മഹാസംഘർഷനിൽ നിന്നാണ്, മഹാസംഘർഷന് ഒരു എക്സ്പാൻഷൻ ആണ് കാരണോദകസായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകസായ വിഷ്ണു, പിന്നെ ശേഷനാഗ്. ഈ ഒരു 5 പേരെ കുറിച്ച് പറയുന്നു. ഇനി ഈ 4 പേര് സൃഷ്ടിയുടെ ഭാഗങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നു. ശേഷനാഗ് ഭഗവാന്റെ പേഴ്സണൽ സർവീസ് ചെയ്യുന്നു. അനന്തശേഷന്റെ സർവീസ് എന്താണെന്ന് നമുക്കറിയാം എല്ലാവർക്കും, അല്ലെ? ഭഗവാന്റെ ഇരിപ്പിടമാണ്, ഭഗവാന്റെ ബെഡാണ്. സോ അത് അങ്ങനെയാണ് പല രീതിയിലും. അപ്പോൾ ബലരാമനെ നോക്കിക്കഴിഞ്ഞാൽ, ബലരാമന്റെ എക്സ്പാൻഷൻസ് നോക്കിക്കഴിഞ്ഞാല് അത്ഭുതമാണ്. കാര്യം എപ്പോഴും ഉണ്ട് കൃഷ്ണന്റെ കൂടെ. വിഷ്ണു ആയിട്ട് ഇരിക്കുമ്പോൾ പോലും വിഷ്ണുവിന്റെ കൂടെ അനന്തശേഷമുണ്ട്. കൃഷ്ണൻ വിഷ്ണു ആയിട്ട് ഇരിക്കുമ്പോഴും അവിടെയും ബലരാമനുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ബലരാമനും കൃഷ്ണനും രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ 2 ശരീരം പോലെയാണ്. ഭഗവാൻ കൃഷ്ണന്റെ 2ാമത്തെ ശരീരം പോലെയാണ് ബലരാമൻ. അവരെപ്പോഴും കൂടെയുണ്ട്. അതേപോലെ പറയുന്നു ശ്രീ നിത്യാനന്ദ പ്രഭുവും എങ്ങനെയാണോ ബലരാമൻ ശ്രീകൃഷ്ണനെ സേവിക്കുന്നത്, പല രീതിയിൽ, എല്ലാ ഭാവത്തിനും പല രീതികളിലും എങ്ങനെയാണോ സേവിക്കുന്നത്, അതേപോലെ തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ ലീലകളിൽ സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. സർവരൂപേ ആസ്വാദയേ കൃഷ്ണ സേവാനന്ദ സേ ബലരാമ ഗൗര സംഗേ നിത്യാനന്ദ. ഹരേ കൃഷ്ണ. സർവരൂപേ ആസ്വാദയേ കൃഷ്ണ സേവാനന്ദ സേ ബലരാമ ഗൗര സംഗേ നിത്യാനന്ദ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. എല്ലാ രൂപങ്ങളിലും അവിടുന്ന് കൃഷ്ണന്റെ അതീന്ദ്രിയ സേവാനന്ദം അനുഭവിക്കുന്നു. അതേ ബലരാമനാണ് ഗൗരസുന്ദരന്റെ സഖാവായ നിത്യാനന്ദ പ്രഭു. ഹരേ കൃഷ്ണ. സോ ഭഗവാൻ കൃഷ്ണൻ, ശ്രീ ബലരാമൻ പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഭഗവാൻ കൃഷ്ണനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭു ശ്രീ ഗൗരംഗ മഹാപ്രഭുവിന്റെ സന്തത സഹചാരിയാണ്, എപ്പോഴും കൂടെയുണ്ട്. സപ്തമ ശ്ലോകേര അർത്ഥ കരി ശ്ലോകേ യാത്തെ നിത്യാനന്ദ തത്വ ജാനെ സർവലോകേ. ഹരേ കൃഷ്ണ. സോറി. നമോ ഭഗവതേ വാസുദേവായ. സപ്തമ ശ്ലോകേരേ അർത്ഥ കരി ശ്ലോകേ യാതെ നിത്യാനന്ദ തത്വ ജാനെ സർവലോകേ. വിവർത്തനം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. 7ാമത്തെ ശ്ലോകം അതേ തുടർന്നുള്ള 4 ശ്ലോകങ്ങളിൽ ഞാൻ വിശദീകരിച്ചു. ഈ ശ്ലോകങ്ങളിലൂടെ നിത്യാനന്ദ പ്രഭുവിന്റെ തത്വത്തെ ലോകത്തിന് മുഴുവൻ അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ. സോ 7ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻസ് അതേ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചുള്ളത് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരെയും അറിയിക്കാൻ പോവാണ് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആരാണ് ശ്രീ നിത്യാനന്ദ പ്രഭു എന്നുള്ളത്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. മായാതിതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണൈശ്വര്യ ശ്രീ ചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി സംഘർഷനാഖ്യം തം ശ്രീ നിത്യാനന്ദ
रामं प्रपद्ये मायातीते व्यापि वैकुण्ठलोके पूर्णैश्वर्ये श्रीचतुर्व्यूहमध्ये रूपं यस्योद्भाति सङ्कर्षणाख्यं तं श्रीनित्यानन्द रामं प्रपद्ये. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണൈശ്വര്യേ ശ്രീ ചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി സംഘർഷണാഖ്യം തം ശ്രീ നിത്യാനന്ദ രാമം പ്രപദ്യേ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹി ശ്രീ വെൻഗ്രി സഭേ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ചതുർവ്യൂഹങ്ങളിൽ വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നറിയപ്പെടുന്ന ശ്രീ നിത്യാനന്ദ രാമന്റെ ചരണ കമലങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സർവേശ്വരി സമ്പൂർണനായ അവിടുന്ന് ഭൗതിക സൃഷ്ടിയിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്നു. ഭാവാർത്ഥം സ്വരൂപ ദാമോദര ഗോസ്വാമിയുടെ കുറിപ്പ് പുസ്തകത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ 14 ശ്ലോകങ്ങളിൽ 8ാമത്തേതായി ഇത് കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ സ്തുതിക്കുന്ന ശ്ലോകമാണ്. ശ്രീ സംഘർഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. നിത്യാനന്ദ പ്രഭു ആരാണ്? അദ്ദേഹം ചതുർവ്യൂഹത്തിലെ സംഘർഷണൻ തന്നെയാണ് എന്ന് പറയുന്നു. ചതുർവ്യൂഹം ആരാണെന്ന് നമുക്കറിയാം. വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധ. അങ്ങനെ വൈകുണ്ഠ ലോകത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഈ അവതാരങ്ങളിൽ എല്ലാവരിലും. അങ്ങനെ ഇവരാണ് പിന്നീട് ഭൗതിക ലോകത്തിന്റെ ക്രിയേഷനിൽ സഹായിക്കുന്നതും. ഈ ചതുർവ്യൂഹ മൂർത്തികളാണ് സഹായിക്കുന്നത്. ഇവരെല്ലാവരും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശ്രീ ബലരാമനിൽ നിന്നാണ് ഇവരെല്ലാവരും വരുന്നത് എന്ന് പറയുവാണ്. അല്ലെങ്കിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇവരുടെ എല്ലാവരുടെ സോഴ്സ് ബലരാമൻ അല്ലെങ്കിൽ ശ്രീ നിത്യാനന്ദ പ്രഭു ആണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ. പ്രകൃതിരപാരവ്യോമ നാമേ ധാമ കൃഷ്ണ വിഗ്രഹ യൈ വിഭൂതി ആദി ഗുണവാൻ. ഹരേ കൃഷ്ണ. പ്രകൃതിരപാരവ്യോമ നാമേ ധാമ കൃഷ്ണ വിഗ്രഹ യൈ വിഭൂതി ആദി ഗുണവാൻ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിക്ക് അപ്പുറത്തായി പരവ്യോമം എന്ന ആത്മീയ ആകാശം സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണനെ പോലെ തന്നെ അതും ഷഡൈശ്വര്യ സമ്പൂർണമാണ്. ഭാവാർത്ഥം സാഖ്യ തത്വശാസ്ത്രം പറയുന്നതനുസരിച്ച് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 24 മൂലകങ്ങൾ കൊണ്ടാണ്. 5 സ്ഥൂലദ്രവ്യങ്ങൾ, 3 സൂക്ഷ്മദ്രവ്യങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, മഹത്തത്വം, മൊത്തം ഭൗതിക ശക്തി. ഈ ദ്രവ്യങ്ങൾക്ക് അതീതമായി പോകാൻ കഴിയാത്ത അനുഭവജ്ഞാന തത്വവാദികൾ അവർക്കതീതമായതെന്തും അവ്യക്തം അഥവാ അനിർവചനീയമാണെന്ന് ഊഹിക്കുന്നു. പക്ഷേ ഈ 24 ഭൗതിക മൂലകങ്ങൾക്കതീതമായ ലോകം അനിർവചനീയമല്ല. അത് സനാതന പ്രകൃതിയാണെന്ന് ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയുടെ വ്യക്തവും അവ്യക്തവുമായ അസ്തിത്വത്തിനു മുകളിൽ പരവ്യോമം അഥവാ ആത്മീയ ആകാശം എന്ന് വിളിക്കപ്പെടുന്ന സനാതന പ്രകൃതിയുണ്ട്. ആ പ്രകൃതി ആത്മീയമായതിനാൽ അവിടെ ത്രിഗുണാത്മകമായ ഭേദങ്ങളില്ല. അവിടെയുള്ളതെല്ലാം ആധ്യാത്മികമാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. എല്ലാറ്റിനും ശ്രീകൃഷ്ണന്റെ തന്റെ ആധ്യാത്മിക രൂപമുണ്ട്. ആധ്യാത്മിക ആകാശം ശ്രീകൃഷ്ണന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അത് അവിടുത്തെ ബഹിരംഗ ശക്തിയാൽ ആവിഷ്കരിക്കപ്പെടുന്ന ഭൗതിക ആകാശത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ശ്രീകൃഷ്ണനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉജ്ജ്വല പ്രകാശകിരണങ്ങളാൽ രചിക്കപ്പെട്ട സർവ്വവ്യാപിയായ അവ്യക്തഗത ബ്രഹ്മം വൈകുണ്ഠ ഗ്രഹങ്ങളോടൊപ്പം ആധ്യാത്മിക ആകാശത്തിൽ നിലകൊള്ളുന്നു. ഭൗതിക വ്യോമവുമായുള്ള താരതമ്യത്തിലൂടെ നമുക്ക് ആത്മീയ വ്യോമത്തിന്റെ ഏകദേശ രൂപം ലഭിക്കും. ഭൗതിക ആകാശത്തിലെ സൂര്യരശ്മികളെ ഭഗവാന്റെ തിളങ്ങുന്ന കിരണങ്ങളായ ബ്രഹ്മജ്യോതിയോട് താരതമ്യം ചെയ്യാം.
ബ്രഹ്മജ്യോതിയിൽ എണ്ണമറ്റ വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അവ ആധ്യാത്മികവും സൂര്യനേക്കാൾ പല മടങ്ങ് ജ്വലിക്കുന്ന കിരണങ്ങളോടുകൂടി സ്വയം പ്രകാശിക്കുന്നവയുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടുത്തെ എണ്ണമറ്റ സമഗ്ര അംശങ്ങളും അവയുടെ അംശങ്ങളും ഓരോ വൈകുണ്ഠ ലോകത്തിലും ആധിപത്യം പുലർത്തുന്നു. ആധ്യാത്മിക ആകാശത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയിലാണ് കൃഷ്ണലോകമെന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം. അതിന് ദ്വാരകയെന്നും മധുരയെന്നും ഗോലോകം അഥവാ ഗോകുലം എന്നും 3 വിഭാഗങ്ങളുണ്ട്. തികച്ചും ഭൗതികവാദിയായ ഒരാൾക്ക് തീർച്ചയായും ഈശ്വര സാമ്രാജ്യം ഒരു നിഗൂഢതയാണ്. അജ്ഞനായ ഒരു മനുഷ്യന് പര്യാപ്തമായ ജ്ഞാനത്തിന്റെ അഭാവത്താൽ എല്ലാം തന്നെ നിഗൂഢമാണ്. ദൈവ സാമ്രാജ്യം ഒരു കടങ്കഥയല്ല. നമ്മുടെ ശിരസിനു മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഭൗതിക ഗ്രഹങ്ങൾ പോലും അജ്ഞാനികൾക്ക് ഇപ്പോഴും നിഗൂഢതയാണ്. ഭൗതിക ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഈ നിഗൂഢതയിലേക്ക് തുളച്ചു കയറാനുള്ള ഉദ്യമത്തിലാണ്. ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് ശൂന്യാകാശത്തിലൂടെ സഞ്ചരിക്കാനും ഈ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങളുടെ വൈവിധ്യങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കാണാനും കഴിയുന്ന ഒരു നാൾ വന്നേക്കാം. നാം നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ കാണുന്നത് പോലെ ഓരോ ഗ്രഹത്തിലും ധാരാളം ഭൗതിക വൈവിധ്യങ്ങളുണ്ട്. ഈ ഭൂമി വിശ്വഘടനയിൽ നിസ്സാരമായ ഒരു ബിന്ദു മാത്രമാണ്. എന്നിട്ടും ശാസ്ത്ര പുരോഗതിയുടെ മിഥ്യാബോധത്താൽ ഗർവം കൊള്ളുന്ന വിഡ്ഢികളായ മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിൽ ലഭ്യമാകുന്ന നാനാവിധ സൗകര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതെ ഈ ഗ്രഹത്തിലെ തങ്ങളുടെ സാമ്പത്തിക വികസനമെന്ന പ്രഹസനത്തിനു വേണ്ടി അവരുടെ ശക്തി മുഴുവൻ കേന്ദ്രീകരിക്കുന്നു. ആധുനിക ജ്യോതിശാസ്ത്ര പ്രകാരം ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുമൂലം ചന്ദ്രനിൽ പോകുന്ന ഒരാൾക്ക് കനത്ത ഭാരങ്ങൾ ഉയർത്തുവാനും വളരെ ദൂരേക്ക് ചാടുവാനും കഴിയും. ഹനുമാന് മലകൾ പോലുള്ള വലിയ ഭാരങ്ങൾ ഉയർത്തുവാനും സമുദ്രം ചാടിക്കടക്കുവാനും കഴിഞ്ഞിരുന്നതായി രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും സാധ്യമാണെന്ന് ആധുനിക ജ്യോതിശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിഷ്കാരികളായ ആധുനിക ജനങ്ങളുടെ രോഗം അവർക്ക് വേദശാസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാറ്റിനോടുമുള്ള അവിശ്വാസമാണ്. അവിശ്വാസികളായ അഭക്തർക്ക് ആത്മസാക്ഷാത്കാരത്തിൽ പുരോഗതി ആർജിക്കാനാവില്ല. എന്തെന്നാൽ അവർക്ക് ആധ്യാത്മിക ശക്തി എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാനാവില്ല. ഒരു ആൽമരത്തിന്റെ ചെറിയ ഫലം നൂറുകണക്കിന് വിത്തുകൾ അടങ്ങുന്നതും അതിൽ ഓരോ വിത്തും ദശലക്ഷക്കണക്കിന് അതുപോലുള്ള ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ആൽമരത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതുമാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ നമുക്ക് മുന്നിൽ ദൃശ്യമാണ്. അതിന്റെ പ്രവർത്തനം നമ്മുടെ ഗ്രാഹ്യത്തിന് അതീതമാണെങ്കിലും ഭഗവത് ശക്തിക്കുള്ള നിസ്സാരമായ ഒരു ഉദാഹരണം മാത്രമാണിത്. ഒരു ശാസ്ത്രജ്ഞനും വിശദീകരിക്കാൻ കഴിയാത്ത ഇതുപോലുള്ള ധാരാളം പ്രതിഭാസങ്ങളുണ്ട്. സർവ്വതും വാസ്തവത്തിൽ അചിന്ത്യമാണ്. കാരണം ശരിയായ വ്യക്തിക്ക് മാത്രമേ സത്യം വെളിപ്പെടുകയുള്ളൂ. ബ്രഹ്മാവ് മുതൽ നിസ്സാരനായ ഉറുമ്പ് വരെ വ്യത്യസ്തരായ ജീവികളുണ്ടെങ്കിലും അവയുടെ എല്ലാം അറിവിന്റെ വികസനം വ്യത്യസ്തമാണ്. അതിനാൽ നാം ശരിയായ സ്രോതസ്സിൽ നിന്ന് വേണം ജ്ഞാനം സ്വീകരിക്കാൻ. തീർച്ചയായും വൈദിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. 4 വേദങ്ങളും അവയുടെ അനുബന്ധ പുരാണങ്ങളും മഹാഭാരതവും രാമായണവും സ്മൃതികൾ എന്നറിയപ്പെടുന്ന അവയുടെ ഉപസിദ്ധാന്തങ്ങളും എല്ലാം അറിവിന്റെ ആധികാരിക സ്രോതസ്സുകളാണ്. അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ജ്ഞാനം ഇതേ സ്രോതസ്സുകളിൽ നിന്ന് നാം നിസ്സങ്കോചം സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാറ്റിനെയും നമ്മുടെ നിസ്സാരമായ തലച്ചോറ് കൊണ്ട് പരിശോധിക്കാനുള്ള നമ്മുടെ വൈരുദ്ധ്യാത്മകമായ ആഗ്രഹം നിമിത്തം വേദജ്ഞാനം ആദ്യം അവിശ്വസനീയമായി അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഊഹോപോഹ മാർഗത്തിലൂടെയുള്ള ജ്ഞാനസമ്പാദനം സദാ അപൂർണമാണ്. വേദശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന ജ്ഞാനം അവയ്ക്ക് പര്യാപ്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ള ആചാര്യന്മാരാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആചാര്യന്മാരിൽ ആരും ശാസ്ത്രങ്ങളെ അവിശ്വസിച്ചിട്ടില്ല. ശാസ്ത്രങ്ങളെ അവിശ്വസിക്കുന്നവൻ നിരീശ്വരവാദിയാണ്. ഒരു നിരീശ്വരവാദി എത്ര തന്നെ മഹാനായാലും നാം അയാളുടെ ഉപദേശം തേടരുത്. ശാസ്ത്രങ്ങളെ അവയുടെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ദൃഢമായി വിശ്വസിക്കുന്ന ഒരുവനാണ് നമുക്ക് ജ്ഞാനം നൽകാൻ കഴിയുന്ന യോഗ്യനായ വ്യക്തി. അത്തരം ജ്ഞാനം ആരംഭത്തിൽ ചിലപ്പോൾ അചിന്ത്യമായി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഒരു യോഗ്യനായ അധികാരി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം വെളിപ്പെടുകയും അനന്തരം അതിനെക്കുറിച്ചുള്ള സംശയം ഇല്ലാതാകുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരുപാട് വലിയ പരപ്പോട്ടാണ്. ശീല പ്രഭുപാദ് എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞരും പല തത്വചിന്തകരും ഒക്കെ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. പല ഊഹാപോഹങ്ങളും നടത്തി പല കാര്യങ്ങളും പറയുന്നു എന്നല്ലാതെ ശാസ്ത്രത്തിൽ എന്താണ് പ്രോപ്പർലി പറയുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിന് അതീതമായിട്ട് അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്ത് പരവ്യോമം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പരവ്യോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല,
സ്പിരിച്വൽ സ്കൈ, ആധ്യാത്മിക തലത്തിലുള്ള ആകാശം പോലെ നമുക്ക് പറയാം. ആ പരവ്യോമത്തിലാണ്, അത് പരവ്യോമം എന്ന് പറയുന്നത്, ഈ സ്പിരിച്വൽ സ്കൈ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വരുന്നതാണ്, ഭഗവാന്റെ ശക്തിയാണ്, ആന്തരിക ശക്തിയിൽ നിന്ന് വരുന്നതാണ്. ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ നിന്ന് വരുന്ന ആ പരവ്യോമത്തിലാണ് പിന്നെ ഈ പറയുന്ന ഓരോ പ്ലാനറ്റുകൾ വരുന്നത്, വൈകുണ്ഠ ലോകങ്ങളും അതേപോലെ തന്നെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന പോലെ സ്കൈ എങ്ങനെയാണ്, ആകാശം എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് കിടക്കുകയാണ് അല്ലെ, ഒരു അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അതേപോലെ ആധ്യാത്മിക ലോകത്തിലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സ്കൈനെയാണ് പരവ്യോമം എന്ന് വിളിക്കുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു 24 മൂലകങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. 24 മൂലകങ്ങളാണ് ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഈ 24 മൂലകങ്ങളെ കുറിച്ചും പൂർണ്ണമായിട്ടും ജ്ഞാനമില്ല ഒന്ന്. ഇനി അതുണ്ടെങ്കിൽ തന്നെ അതിനപ്പുറത്തുള്ള ആധ്യാത്മിക ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധാരണ ഒരു തത്വചിന്തകനോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്കോ സാധിക്കുന്നതല്ല. അത് ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിലൂടെയാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ബ്രഹ്മജ്യോതി, ഇപ്പൊ നമുക്കറിയാം ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ജ്യോതി ഈ പറയുന്ന സ്പിരിച്വൽ സ്കൈയിലെ പരവ്യോമത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുവാണ്. അപ്പോൾ ആധ്യാത്മിക ലോകത്തിന്റെ തുടക്കം, അതായത് ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭൗതിക ലോകം കഴിഞ്ഞ് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഈ ജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു തേജസ്, ആ ഒരു ജ്യോതി അനുഭവപ്പെടും. അവിടെ നിന്ന് തുടങ്ങുവാണ്. പിന്നെ അത് അങ്ങോട്ട് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് പ്ലാനറ്റ് ആയിട്ടുള്ള ഗോലോക വൃന്ദാവൻ വരെ ഉണ്ട്. അതായത് ഭഗവാന്റെ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ആന്തരിക ശക്തിയിൽ നിന്നുള്ള ഈ എഫൾജൻസ് ആണ് ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മജ്യോതിയിൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പരവ്യോമം എന്ന് പറയുന്നത്, അതിലാണ് പിന്നെ ഈ പ്ലാനറ്റുകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചെറിയൊരു ആകാശത്തിന്റെ ഒരു കൺസെപ്റ്റ് അല്ല. അനന്തമായിട്ടുള്ള നമ്മൾ ഈ കാണുന്ന ആകാശം തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എത്ര വലുതാണെന്നുള്ളത്, അതിന്റെ വലിപ്പം. ഇത്രയും ചെറിയ ഒരു പ്ലാനറ്റ് ആയിട്ടുള്ള എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിലെ ആകാശം തന്നെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ അവസാനം എവിടെയാണ്, തുടക്കം എവിടെയാണെന്നുള്ളത്. അത് മനസ്സിലാക്കണം. ഭൗതിക ലോകത്തില് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങളിൽ അനേക കോടി പ്ലാനറ്റുകളുണ്ട്. അതിലെ നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലെ ചെറിയൊരു കടുകുമണി പോലെ ചെറിയൊരു പ്ലാനറ്റാണ് നമ്മളിരിക്കുന്നത്. ഈ ചെറിയ പ്ലാനറ്റിന്റെ ആകാശം തന്നെ നമുക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ എന്തായിരിക്കും ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? ബ്രഹ്മാണ്ടം, ഈ ഭൗതിക ലോകത്തിലെ ഒരു ബ്രഹ്മാണ്ടത്തെ കുറിച്ച്, അതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ എത്ര ലോകമെന്ന് മുഴുവനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇതിന്റെ വലിപ്പവും സൈസ് ഒന്നും നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഭഗവാന്റെ ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. ആധ്യാത്മിക ലോകത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആധ്യാത്മിക ലോകത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജ്യോതി നമുക്ക്, ഭഗവാന്റെ ബ്രഹ്മജ്യോതി നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ അവിടെ നിന്നാണ് പിന്നീട് മുകളിലോട്ട് പോകുമ്പോഴാണ് ഓരോ വൈകുണ്ഠ ലോകങ്ങൾ വരുന്നു. പിന്നെ അതിന്റെ മുകളിൽ ഗോലോക അല്ലെങ്കിൽ കൃഷ്ണലോക എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ പ്ലാനറ്റ് വരുന്നു. അപ്പോൾ അവിടെ ദ്വാരക, മഥുര, ഗോകുല എന്ന് പറയുന്ന ഡിവിഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഇനി മുന്നോട്ട് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എവിടെയാണ് റെഫറൻസ് എന്നുള്ളത്. റെഫറൻസ് വരുന്നത് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നാണ്. നമ്മൾ ആക്ച്വലി ഗോലോക ചാർട്ട് പറയുന്നത് തന്നെ. ഈ ചാർട്ട് നമ്മൾ പറയുന്ന ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ആദ്യത്തെ വിസ്തരണമായിട്ടുള്ള ബലരാമൻ, പിന്നെ ചതുർവ്യൂഹം, ശ്രീ നാരായണൻ,
പിന്നെ അതിനുശേഷം ചതുർവ്യൂഹം, പിന്നെ പറയുന്ന പുരുഷാവതാരങ്ങൾ നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാത്തിന്റെ റെഫറൻസ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഈ പ്ലാനറ്ററി പൊസിഷൻസ് എല്ലാം ഗോലോക ചാർട്ട് ബേസിക്കലി ചൈതന്യ ചരിതാമൃതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ചാർട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ശിലപ്രഭാത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ, ഈ എർത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു കടുകുമണി പോട്ടെ, ഒരു ചെറിയൊരു കുത്ത് പോലെ, അത്രയേ ഉള്ളൂ എന്നാ പറയുന്നത്. ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും എടുക്കുവാണെങ്കിൽ അതിലൊരു കുത്ത് പോലും ഇല്ല നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ സ്ഥാനം. അത്ര വലിപ്പമുള്ളൂ, അത്ര ചെറുതാണ്. നമ്മൾ അഹങ്കരിക്കുന്നതോ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, പിന്നെ എന്തായിരിക്കും ആധ്യാത്മിക ലോകത്തിലെ കാര്യങ്ങൾ. ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് ഈ സൃഷ്ടികളെ കുറിച്ചൊക്കെ ഇതൊക്കെ അനന്തമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊന്നും ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഭക്തർക്കല്ലാതെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. സാധാരണ ഒരു തത്വചിന്തകനോ ശാസ്ത്രജ്ഞനോ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ശാസ്ത്രജ്ഞന് പോലും പറ്റുന്നില്ല എന്ത് കാണുമ്പോൾ, അതായത് ആൽമരത്തിന്റെ വിത്ത് എടുക്കുവാണെങ്കിൽ, ആൽമരത്തിന്റെ ആ ഒരു ചെറിയൊരു ഫ്രൂട്ട് ഉണ്ട്, വിത്ത്, അതിനകത്ത് ഇത്രയേ ഉണ്ടാവുള്ളൂ അതിന്റെ സീഡ്, ആ ഫ്രൂട്ട്, അതിനകത്ത് ചെറിയൊരു വിത്തുണ്ട്. അതിൽ നിന്നാണ് ആൽമരം വരുന്നത്. ഇത്രയും ചെറിയ സീഡിൽ നിന്ന് ഇത്രയും പടുകൂറ്റൻ ആൽമരത്തിന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു സീഡിൽ ഇത്രയും വലിയ ആൽമരത്തെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും ഇത്രയേ ഉള്ളൂ. അത് പറയുന്നത് അതിന്റെ സീഡ് വളരെ ചെറുതാണ് ആക്ച്വലി. അതിൽ നിന്നാണ് ഇത്രയും വലിയ ആൽമരം വരുന്നത്. സോ അത് തന്നെ നമുക്ക് അത്ഭുതമാണ്. എങ്ങനെ സാധിക്കുന്നു? ഇതുപോലും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ആർക്ക് ചെയ്യാൻ സാധിക്കും? ആർക്കും, ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത്രയും പടുകൂറ്റൻ ആൽമരം വരുന്നത് ഇത്രയും ചെറിയ ഇതിൽ നിന്ന്. എന്താല്ലേ? അപ്പൊ ഇതേപോലെയാണ് ഭഗവാന്റെ ക്രിയേഷൻ. ഇപ്പോൾ ഭൗതിക ലോകത്തിലെ ക്രിയേഷൻ തന്നെ അതിലെ ഒരു ചെറിയൊരു കാര്യമാണ് ഈ ആൽമരം. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്ക്. പിന്നെ അദ്ദേഹത്തിന്റെ ക്രിയേഷനെ കുറിച്ച്, ഭൗതിക പ്രപഞ്ചത്തിന്റെ ക്രിയേഷനെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കണം? പിന്നെ അതിനപ്പുറത്ത് ആധ്യാത്മിക ലോകത്തെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ, ഭഗവാനെ ശരണം പ്രാപിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശിലപ്രഭാജി എന്നുള്ള വഴി വേദങ്ങളിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ, ഗുരു സാധു ശാസ്ത്രം, അതായത് ശാസ്ത്രങ്ങളിൽ ഇതെല്ലാം പറയുന്നുണ്ട് വിശദീകരിച്ച്. ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതും പഠിക്കേണ്ടത് ആചാര്യന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട്, ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതനുസരിച്ച് അതായത് ശുദ്ധ ഭക്തരായിട്ടുള്ള ആചാര്യരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച്, അവർ പറയുന്നത് കേട്ട് ഈ ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പിന്നെയും സാധിക്കും. അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല. അല്ലാതെ ആർക്കും ഇത് വെളിപ്പെടാൻ പോകുന്നില്ല. ആചാര്യന്മാരിലൂടെയാണ്. ശാസ്ത്രത്തിൽ ഇത് പറയുന്നുണ്ട്. ശാസ്ത്രം നമ്മൾ തനിയെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ടീച്ചറിന്റെ ആവശ്യമുണ്ട്, ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. അങ്ങനെ ആചാര്യന്മാരുടെ സഹായം കൊണ്ട്, അവരുടെ കാരുണ്യം കൊണ്ട് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കാരുണ്യം കൊണ്ട് എന്തെങ്കിലും കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാതെ ഈ ഒരു സംശയങ്ങൾക്ക് ഒരിക്കലും ഒരു നിവാരണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കും. ഇപ്പോൾ ഈ ഗോലോക ചാർട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തിയറിറ്റിക്കലി ആണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കുവാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ സാധിക്കില്ല. പക്ഷെ അത് ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മുടെ ആചാര്യന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ഐഡിയയെങ്കിലും കിട്ടുന്നത് ഇതിനെക്കുറിച്ച്. നമ്മൾ അവിടെ പോയി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല, കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമല്ല അത്. പക്ഷെ സ്മൃതിയിലൂടെ ആചാര്യന്മാരുടെ
തിരുമുഖത്തിൽ നിന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, കുറച്ചൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു മാർഗവും ഇല്ല ഇതൊക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാം ബൗൺസ് ആയി പോകും, ശരിക്കും ബൗൺസ് ആയി പോകും. ബൗൺസ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അകത്തോട്ട് കയറില്ല, ഒന്നും മനസ്സിലാവില്ല. അതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് നമ്മൾ ഇതെല്ലാം കേൾക്കണം. അങ്ങനെയാവുമ്പോൾ ഈ പറയുന്ന നമുക്ക് അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹം ഭഗവാൻ കൃഷ്ണൻ തരും. അപ്പോൾ അതാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ പാണ്ഡിത്യം കൊണ്ട്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും, റിസർച്ച് ചെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല. റിവീൽ ചെയ്യണം ഭഗവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുജനങ്ങൾ. അവരിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പറയുന്നത് ശാസ്ത്രത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ തനിയെ ശാസ്ത്രം പഠിക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് അതിന്റെ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം വിവർത്തനം പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കുക. അപ്പൊ ശ്ലോകത്തിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാസ്ത്ര പഠനത്തിന്റെ 50% ആവുന്നുള്ളൂ. ബാക്കിയുള്ള 50% ഇരിക്കുന്നത് ആചാര്യന്മാരുടെ ഭാവാർത്ഥത്തിൽ കൂടെയാണ്. ആ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ആചാര്യന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭാവാർത്ഥത്തിൽ. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോഴാണ് പഠനം പൂർണ്ണമാവുന്നത്. അല്ലെങ്കിൽ പകുതിയാവുന്നുള്ളൂ, പകുതി പോലും ആവുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തിരിക്കുന്നു. ശില പ്രഭുപാദിയുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ചൈതന്യ ചരിതാമൃതമാണെങ്കിലും ഭാവാർത്ഥം എഴുതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നു, അദ്ദേഹം പറയും. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് അതും പറഞ്ഞു തരുന്നു. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള പാക്കേജാണ് ആക്ച്വലി ശില പ്രഭുപാദിയുടെ ഭാവാർത്ഥം. മറ്റുള്ള ആചാര്യന്മാരുടെ ഭാവാർത്ഥങ്ങളിൽ നിന്നുള്ള എസൻസും ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ വളരെ സ്പെഷ്യൽ ആണ് ആക്ച്വലി. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ 15ാമത്തെ ശ്ലോകം മുതൽ മുന്നോട്ട് പോവാം. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു സെക്ഷൻ. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, श्रील कृष्णदास कविराज गोस्वामी की जय, जगत गुरु शिला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे. हरे कृष्ण. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो. हरे कृष्ण.